പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കില് ആദർശിനെ കാണുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആദർശിനെയും നയനമോളെ ആണെങ്കില് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് കൂട്ടുന്ന സമയത്ത് എനിക്കാണെങ്കി ഭയങ്കര ആഘോഷമായിട്ടായിരിക്കണം. നിങ്ങളെ തിരിച്ചെനിക്ക് വീട്ടിലേക്ക് സ്വീകരിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന സമയത്ത് നിങ്ങള് തിരിച്ചവിടെ എത്തണമെന്നൊക്കെ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ ദിവസം രാവിലെ ആയപ്പം നമ്മളെ മുത്തശ്ശനാണെങ്കില് അവിടെ ഈ ആദർശിനും നയനയും തിരിച്ച് വരുന്ന കാര്യം ആർക്കും അറിയത്തില്ല വീട്ടിലുള്ള ആർക്കും. അപ്പം നമ്മളെ മുത്തശ്ശിക്കും മുത്തശ്ശനും മാത്രമേ അവര് തിരിച്ചിന്ന് വരുന്നെന്നുള്ള കാര്യമൊക്കെ അറിയത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മുത്തശ്ശനാണെങ്കി എല്ലായിടത്തും പറയുന്നുണ്ട്. എനിക്കെന്തായാലും വേണ്ടപ്പെട്ട 2 പേരും എന്തായാലും ഇവിടെ വരുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയുള്ള സ്വീകരണങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് കൊടുക്കണം. അത് കണക്ക് തന്നെ അവര് നമുക്ക് വേണ്ടി നമ്മളെ കുടുംബത്തിനും നമ്മളെ കമ്പനിക്കും ഒക്കെ വേണ്ടി ഒരുപാട് അവര് കഷ്ടപ്പെട്ടവരാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മള് ഇപ്പഴും ഈ ഒരു ഉയർച്ചയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി അവരാണ് ഒരുപാട് കഷ്ടപ്പെട്ടതെന്നൊക്കെ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് ട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ജലജയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ആരാണാവോ അപ്പം ഇത്രയും ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാരെന്നൊക്കെ നമ്മളെ ചോദിക്കുന്നുണ്ട്. ജലജയാണെങ്കി അഭിയടുത്ത് ചോദിക്കുന്നുണ്ട്. ഇനി ആദർശിനെയും നയനയും ആണോ ഇനി പറയുന്നത് അച്ഛനെന്നൊക്കെ പറയുന്നത്. എന്നാലും ആദർശിനടുത്തും നയനടുത്താണെങ്കി ഇപ്പൊ അച്ഛനിക്ക് ഭയങ്കര ദേഷ്യമാണല്ലോ. അവര് ഇപ്പം ഈ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നയനയൊക്കെ ചെയ്തിട്ടാണെങ്കിലും ആ ഒരു എക്സിബിഷനിലൊക്കെ ആണെങ്കിലും ജയിച്ചിട്ട് വന്നിട്ടാണെങ്കിലും അച്ഛനാണെങ്കി അവരുടെ ദേഷ്യം മാറുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആർക്കും അറിയത്തില്ല ഇപ്പം നമ്മളെ ആദർശും നയനയാണ് അങ്ങോട്ട് വരാൻ പോകുന്നതെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അങ്ങനെ നമ്മളെ ജാനകിയാണെങ്കിലും ദേവയാനിയടുത്ത് ചോദിക്കുന്നുണ്ട്. "അച്ഛൻ പറഞ്ഞോ ഏട്ടത്തി ആരാണെന്ന് വല്ലോം പറഞ്ഞോന്നൊക്കെ" ചോദിക്കുന്ന സമയത്ത് നമ്മളെ ദേവയാനിയും പറയുന്നുണ്ട്. "ഇല്ല എനിക്കറിയത്തില്ലെടാ ആരാന്നൊന്നും എന്റടുത്ത് പറഞ്ഞിട്ടില്ല" എന്നൊക്കെ നമ്മളെ ദേവയാനിയും പറയുന്നുണ്ട് ജാനകിയടുത്ത്. അങ്ങനെ നമ്മള് ആദർശിനെയും നയനയും സ്വീകരിക്കാൻ വേണ്ടിയാണെങ്കില് അനന്തപുരി മൊത്തം ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അവര് ഫുള്ളായിട്ടാണെങ്കില് മുത്തശ്ശനാണെങ്കില് അവിടെ കൊട്ടും മേളവും ഒക്കെ ആയിട്ടൊക്കെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും ഒക്കെ ഒരുങ്ങിയൊക്കെ എല്ലാരും ഫ്രണ്ടില് നമ്മള് വിളക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും മുമ്പില് വരുന്നുണ്ട് കേട്ടോ. അവരെ സ്വീകരിക്കാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ ആർക്കും അറിയില്ല ആരാണെന്നുള്ള ഒരു കാര്യം. നമ്മളെ മുത്തശ്ശനാണെങ്കി അവരടുത്ത് ആരടുത്തും പറഞ്ഞിട്ടുമില്ല. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ മുത്തശ്ശനും എല്ലാരും ഒക്കെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്താണെങ്കില് നമ്മളെ ആദർശും നയനയുടെയും വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ട്ടോ. അപ്പം അതീന്ന് നമ്മളെ എല്ലാരും ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. ആരാ വരുന്നേന്ന് അറിയാൻ വേണ്ടി നോക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ നയന അതീന്ന് ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നയനയും ആദർശിനെയും കാണുന്ന സമയത്ത് നമ്മളെ ജലജയ്ക്കൊക്കെ ആണെങ്കിലും അതുപോലെ അഭിയൊക്കെ ആണെങ്കിലും ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. കാണുന്ന സമയത്ത് നമ്മളെ ദേവയാനിക്കൊക്കെ ആണെങ്കി ഭയങ്കര സന്തോഷാവുന്നുണ്ട്. അപ്പം നമ്മളെ നവ്യയാണെങ്കിലും സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും നവ്യ അവരെയൊക്കെ മുമ്പിലാണെങ്കി അഭിനയിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. സന്തോഷം പുറത്തൊന്നും നമ്മളെ നവ്യ കാണിക്കുന്നില്ല. പിന്നെ നമ്മളെ ജാനകിയാണെങ്കിലും സന്തോഷം കാണിക്കുന്നുണ്ട്. പക്ഷെ ജാനകിയുടെ മനസ്സിലും ഇനിയിപ്പം ആദർശ് വന്ന് കഴിയുമ്പം ഇനി എനിക്ക് ആ എംഡി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുക്കണോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും നമ്മളെ ജാനകിയുടെ മനസ്സിൽ കാണുമല്ലോ. അങ്ങനെ പിന്നെ നമ്മളെ ആദർശും നയനയാണെങ്കിലും നേരെ മുത്തശ്ശന്റെ അടുത്തോട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ അവന്തികയ്ക്കാണെങ്കി ആകെ ദേഷ്യവും ഉണ്ട് നമ്മളെ നയനയടുത്ത്. കാര്യം സ്വന്തം അച്ഛനെ ആ ഒരു ഡീലില് പരാജയപ്പെടുത്തിയതിന്റെ ഒരു ദേഷ്യവും അപ്പം ഇനി എന്റെ അച്ഛനെ പരാജയപ്പെടുത്തി അവൾ ഇനിയിപ്പോ ഇവിടെ കേറി കൂടാൻ പോവാണോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും എല്ലാം നമ്മളെ അവന്തികയുടെ മനസ്സിലും ഉണ്ട്. നമ്മളെ അവന്തികയാണെങ്കിലും അതുപോലെ നമ്മളെ അഭിയൊക്കെ ആണെങ്കിലും ജലജയാണെങ്കിലും ആകെ ദേഷ്യത്തിലൊക്കെ നിൽക്കും കേട്ടോ. അവർക്കാണെങ്കി അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. തിരിച്ച് നമ്മളെ ആദർശും നയനയാണെങ്കില് തിരിച്ച് തറവാട്ടിലേക്ക് വരുന്നത് അവർക്ക് അങ്ങോട്ട് അത്ര അങ്ങോട്ട് സഹിക്കുന്നില്ല. അങ്ങനെ നമ്മളെ ദേവയാനിയാണെങ്കിൽ വന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞൊക്കെ നമ്മളെ ആദർശിനെയും നയനയും അകത്തോട്ട് കേറ്റുന്നുണ്ട് കേട്ടോ. കേറ്റുന്ന സമയത്താണെങ്കിൽ നമ്മളെ നയന ചോദിക്കുന്നുണ്ട്. "മോളെ നമ്മളെ അവന്തികയെടുത്ത് നിനക്ക് സുഖമല്ലേ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ അവന്തികയാണെങ്കില് നമ്മളെ ദേവയാനിയുടെ കയ്യിലിരുന്ന ആ ഒരു ആരതി ഒഴിയുന്ന ആ ഒരു തട്ടെടുത്താണെങ്കില് നമ്മളെ നയനയുടെ മുഖത്തോട്ട് അടിച്ച് തെറിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മളെ മുത്തശ്ശനൊക്കെ ആണെങ്കി ദേഷ്യം വരുന്നുണ്ട്. "എന്താ അവന്തിക ഇങ്ങനെ ചെയ്യുന്നെ? അവന്തിക ഇങ്ങനെ ചെയ്യുന്നൊരു പെൺകുട്ടിയല്ലല്ലോ. ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ നയന മോളടുത്ത് കാണിക്കുന്നേന്നൊക്കെ" ചിന്തിച്ചിട്ട് നമ്മളെ മുത്തശ്ശനാണെങ്കി ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട്. നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അവന്തികയടുത്ത് ചോദിക്കുന്നുണ്ട്. "അവന്തിക നീ ഇതെന്താ കാണിച്ചത്? നീ ഇപ്പം നമ്മളെ അതിഥികളെയാണോ നീ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്നൊക്കെ" ചോദിക്കുന്നുണ്ട്. "നീ ഇത് ചെയ്തത് ശരിയാണോ?" എന്നൊക്കെ നമ്മളെ മുത്തശ്ശൻ ദേഷിച്ച് ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ അവന്തിക തിരിച്ച് ആ ഒരു ബോധത്തിലോട്ട് തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവന്തിക പറയുന്നുണ്ട്. "അയ്യോ മുത്തശ്ശാ ഞാനിത് അറിഞ്ഞില്ല. ഇവരാണെങ്കിൽ നമ്മളെ ചതിക്കാൻ വരുവാണെന്നുള്ളൊരു വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ദേഷ്യത്തില് ചെയ്തു പോയതാ മുത്തശ്ശാ" എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മളെ അവന്തികയാണെങ്കി അവിടെ കിടന്ന് ഉരുണ്ടൊക്കെ കളിക്കും. അവന്തിക പറയുന്നുണ്ട്. "മുത്തശ്ശന് ഇവരെയാണോ ഇവിടുത്തെ ഗസ്റ്റായിട്ട് വരുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മുത്തശ്ശൻ. മുത്തശ്ശനാണ് ഒന്നാമത് ഇവരടുത്ത് ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പം ഞാൻ കരുതി ഇവരായിരിക്കത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഇവരെന്തെങ്കിലും നമ്മളടുത്ത് ഒരു പ്രതികാരം തീർക്കാൻ വരുന്നതാണെന്ന് വിചാരിച്ചാ മുത്തശ്ശൻ ഞാനിങ്ങനെ ചെയ്തതെന്നൊക്കെ" പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ അവന്തികയുടെ മുഖത്തിന്റെ ആ ഭാവമാറ്റമൊക്കെ നമ്മളെ മുത്തശ്ശനാണെങ്കിലും ദേവയാനിയാണെങ്കിലും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട് ഇവളെ മനസ്സിൽ നല്ല ദേഷ്യവും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യം നമ്മളെ മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശനാണെങ്കില് ദേവയാനിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. "എന്തായാലും മോളെ ഇവളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നൊക്കെ" പറയുന്നുണ്ട്. "ഇനി ഇവള് ഡബിൾ റോള് കളിക്കുവാണോ? ഇനി ഇവളെ അച്ഛൻ പറഞ്ഞ് ഇവളെ ഇനി ഇങ്ങോട്ട് വിട്ടതാണോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഇവളെ ഇനി ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ" എന്നൊക്കെ നമ്മളെ മുത്തശ്ശനാണെങ്കി ദേവയാനിക്കൊക്കെ ഒരു സൂചനയൊക്കെ നമ്മളെ മുത്തശ്ശൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.